ഹായ് ഓൾ, എൻ്റെ പേര് ജിനൂസ് അക്കാഡമിയുടെ CEO ആണ്. അപ്പം നമ്മുടെ +2 കഴിഞ്ഞു, റിസൾട്ട് വന്നു, ആ പരിപാടിയൊക്കെ തീർന്നു. അപ്പം ഈ ഒരു +2ന്റെ റിസൾട്ടും 10ാം ക്ലാസ്സിന്റെ റിസൾട്ടും വന്ന സമയത്ത് ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് വീണ്ടും ഒരു വീഡിയോ കണ്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് +2ന്റെയും 10ന്റെയും ഒക്കെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് A+ന്റെ എണ്ണം കുറഞ്ഞു എന്നതിന്റെ പേരിൽ പാരന്റ്സ് കുട്ടികളെ വഴക്ക് പറയുകയും അല്ലെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പതിവാണല്ലേ. അപ്പം എനിക്ക് ഇതിനെ പറ്റിയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ളത്. ഇന്ന് A+ എല്ലാ സബ്ജക്റ്റിലും A+ മേടിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് 5 A+ ഉള്ളൂ, 6 A+ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ പാരന്റ്സിന്റെ മുഖത്ത് ഭയങ്കര ഒരു അപമാനമാണ്. ആ കുട്ടിയെ പറ്റി പറയുമ്പോൾ അവരൊട്ടും പ്രൗഡ് അല്ല അവരുടെ കൊച്ചിനെ പറ്റി. 5 A+ ഉള്ളൂ, 6 A+ ഉള്ളൂ, എന്തോ സൊസൈറ്റിയിൽ അവരെ മറ്റുള്ളവർ ചെറിയതായി കാണുന്നു എന്നുള്ളൊരു ചിന്ത പല പാരന്റ്സിന് ഇന്നുണ്ട്. ഇതിന്റെ ബാക്കിയാണ് ഈ ഒരു ഫ്രസ്ട്രേഷനാണ് ഇവർ കുട്ടികളോട് തീർക്കുന്നത്. നീ എന്തുകൊണ്ട്, നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് നീ 5 A+ മേടിച്ചുള്ളൂ, 6 A+, ബാക്കി B+ ആണ്, B ആണ്, C+ ആണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വല്ലാതെ ശകാരിക്കുകയും, അത് നിങ്ങൾ അങ്ങനെ ശകാരിക്കുമ്പോൾ അത് കുട്ടികളുടെ മെന്റൽ സ്റ്റാറ്റസിനെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. ഇതിനു പുറമെ കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. ശരിയാണ്, നമ്മൾ നമ്മുടെ മക്കളെ തല്ലും, അത് നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10ലും +2ലും എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിക്കുന്ന കുട്ടികൾ മാത്രമല്ല ജീവിതത്തിൽ വലിയ നിലയിൽ എത്തിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് എന്നെ ഓർമ്മയുണ്ടോന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ CEO പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന A+ മാത്രമല്ല, ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ആരായി തീരണം എന്ന് തീരുമാനിക്കുന്നത്. ഈ A+കൾക്ക് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല. +2 കഴിഞ്ഞ് ഒരു സ്റ്റുഡന്റ് എന്ത് കോഴ്സ് എടുക്കുന്നോ ആ കോഴ്സ് എടുത്ത് പഠിച്ച് ആ കുട്ടി അതിനകത്ത് എത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ ആ കുട്ടി ആ കരിയറിൽ എങ്ങനെ കയറി വരും, അല്ലെങ്കിൽ ആ കുട്ടി ഫ്യൂച്ചറിൽ എന്താവും എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഘടകം. നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ കേവലം 10ലോ +2ലോ കിട്ടുന്ന A+ന്റെ എണ്ണം കൊണ്ട് മാത്രം നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. ഇന്ന് നിങ്ങൾ പഠിക്കില്ല, പഠിക്കാൻ പുറകിലാണ്, A+ന്റെ എണ്ണം കുറവാണ് എന്ന് വഴക്ക് പറഞ്ഞ ശകാരിച്ച നിങ്ങളുടെ മകനോ മകളോ ആയിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനമായി ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ A+ കുറഞ്ഞു പോയി എന്നൊരു കാരണത്താൽ ഒരിക്കലും മക്കളെ നിങ്ങൾ ഓവർ ടോർച്ചർ ചെയ്യാനായിട്ട് പോകരുത്. റീസെന്റ് ഇവിടെ 1-2 ഇഷ്യൂസ് ഉണ്ടായി. A+ന്റെ എണ്ണം കുറഞ്ഞു, അമ്മ പോയി കൊച്ചിനെ നല്ലതായിട്ട് തല്ലി, വഴക്ക് പറഞ്ഞു, കുട്ടി എലിവിഷം കഴിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അങ്ങനെ പല സ്ഥലത്ത് പല ഇൻസിഡന്റുകൾ നടക്കാറുണ്ട് അല്ലെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും പക്വതയുള്ള നമ്മൾ ഈ സിറ്റുവേഷനിൽ ആ ഒരു പക്വത കാണിച്ചിട്ട് വേണ്ടേ നമ്മുടെ മക്കളോട് പെരുമാറാനായിട്ട്. അവർക്ക് 15 വയസ്സ് 17 വയസ്സായിട്ടുള്ളൂ. ചിലപ്പം നിങ്ങളുടെ ശകാരങ്ങൾ അവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചേക്കാം. അതിൽ നിന്ന് അവരെടുക്കുന്ന ഒരു തീരുമാനം നാളെ നമുക്ക് നമ്മുടെ മക്കളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പക്വതയോടുകൂടി ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദൈവം എല്ലാവർക്കും ഒരേ കഴിവുകളല്ല കൊടുത്തിരിക്കുന്നത്. നമ്മൾ രൂപത്തിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ കഴിവുകളിലും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ മക്കളെ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ വെച്ച് നിങ്ങൾ ഒരിക്കലും അവരുടെ സ്കോർ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തുകയല്ല, കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മക്കളെ ഇത്തരം സാഹചര്യങ്ങളിൽ ചേർത്ത് നിൽക്കുന്നു, അത്രത്തോളം ജീവിതത്തിൽ അവർ നിങ്ങളോടും ചേർന്ന് നിൽക്കും. Gino's Academy. Fly with your dreams.